ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും ചക്ക ഉണ്ടാവും. ചക്ക വെച്ചിട്ട് നമ്മൾ പല ഐറ്റംസും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. എന്നതാ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, അത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് നല്ലൊരു സ്നാക്സ് വൈകുന്നേരമൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സ്നാക്സ് എങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചക്ക തന്നെയാണ്. ചക്ക നല്ല നല്ല പച്ച ചക്ക തന്നെ എടുക്കാനായിട്ട് നോക്കുക. അതിതാ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള അത്ര ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. നല്ലോണം നൈസായിട്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എങ്കിൽ മാത്രമേ നല്ലതുപോലെ ഒന്ന് ക്രിസ്പി ആയിട്ട് നമുക്കൊരു സ്നാക്ക് കിട്ടുള്ളൂ. ഇനി ഒരു കട്ട് ചെയ്തെടുത്ത ആ ഒരു ചക്കയിലേക്ക് നമുക്കൊരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലും കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതാ ഇഞ്ചിയാണ്. ഒരു ചെറിയ പീസ് അളവിൽ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ചധികം കറിവേപ്പിലയും കൂടെയാണ്. കറിവേപ്പില മസ്റ്റാണ്. കറിവേപ്പിലിൻ്റെ ഒരു ടേസ്റ്റൊക്കെ നല്ലൊരു ഈ ഒരു സ്നാക്കിന് വേറൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. കറിവേപ്പില കൂടുതലായിട്ടും ഉണ്ടെങ്കിൽ അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയാണ്. നല്ലൊരു കളറിന് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ ആണ്. അപ്പോൾ ഒരു സ്പൂൺ മാത്രമേ ഞാനിവിടെ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു കോൺഫ്ലവറും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കോൺഫ്ലവറൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കുഴച്ചെടുത്ത ഉടനെ തന്നെ ഫ്രൈ ആക്കി എടുക്കുക. അല്ലാതെ നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ നമ്മൾ ആ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് പൊട്ടുപൊടിയാണ്. പൊട്ടുപൊടി കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റവ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതവിടെ ഒരു സ്പൂൺ അളവിലാണ് പൊട്ടുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ഒരുപാട് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. മൈദ ചേർക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ചക്കയൊക്കെ നമ്മൾ കഴുകിയിട്ടാണ് നല്ലോണം വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു നനവൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് വേറെ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ നല്ലോണം കൈ കൊണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അങ്ങ് കുഴച്ചെടുക്കാം. ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കിയെടുക്കാം. ഇനി ഇതാ ഓയിൽ നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് കുറേശ്ശെ ആയിട്ട് ഇതുപോലെ എടുക്കുക. നിങ്ങൾക്ക് വല്ല ഷേപ്പൊക്കെ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ആക്കി എടുക്കാം. ഞാൻ ജസ്റ്റ് ഇതാ ഇങ്ങനെ കയ്യിലിട്ടിട്ട് ഒന്നിങ്ങനെ പ്രസ്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാത്തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കുക, അങ്ങനെയും ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ഞാനൊന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നല്ലതുപോലെ ക്രിസ്പിയായി വന്നാൽ നമുക്കിതിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. പിന്നെ ഇത് നമ്മൾ സാധാരണ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സെയിം തന്നെയാണ് നമ്മളിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഉള്ളിയുടെ പകരം നമ്മളിപ്പോൾ ഇവിടെ ചക്ക എടുത്തുനിന്ന് അത്രേ ഉള്ളൂ. ചക്ക എത്രത്തോളം നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നോ അത്രയും നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഈ ഒരു സ്നാക്ക് കിട്ടും. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ കഴിക്കാൻ. പിന്നെ ഇത് കഴിക്കുമ്പോൾ ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് നോക്കുക. കുറച്ച് ടൈം കഴിയുമ്പോഴേക്കും അത് തണുത്ത് പോകും. അതുകൊണ്ട് നല്ല ചൂടോടെ തന്നെ ഈ ഒരു സ്നാക്ക് കഴിക്കാനായിട്ട് നോക്കട്ടെ. എങ്കിൽ മാത്രമേ നല്ല ഒരു ക്രിസ്പിയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ചക്ക ഉണ്ടാകും. അപ്പോൾ ചക്കയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം ഇതിനായിട്ട് മാറ്റി വെക്കുക. വെറും 5 മിനിറ്റ് മതിയിട്ട് നമുക്ക് ചക്ക ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ട ആ ഒരു ടൈം മാത്രം മതി. ബാക്കിയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസിയുള്ള റെസിപ്പീസിനും വെറൈറ്റിയുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടിയും കൊടുക്കാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്